السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أنس بن مالك رضي الله عنه قال قال رسول الله صلى الله عليه وسلم من صلى صلاتنا واستقبل قبلتنا وأكل ذبيحتنا فذلك المسلم الذي له ذمة الله وذمة رسوله فلا تخفروا في ذمته റവാഹു അൽ ബുഖാരിയു. ഏറ്റവും ആദരവും പ്രിയവുമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ, ആമീൻ. മഹാനായ സ്വഹാബി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ളതും ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുമായൊരു ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നമ്മുടെ നമസ്കാരം പോലെയുള്ള നമസ്കാരം നമസ്കരിക്കുകയും നമ്മുടെ ഖിബലയെ ഖിബലയാക്കുകയും നാം അറുത്തത് തിന്നുകയും ചെയ്യുന്നവരാരോ അവനാണ് മുസ്ലിം. അതായത് അള്ളാഹുവിനും അവൻ്റെ ദൂതനും അവനിൽ ഉത്തരവാദിത്വമുണ്ട്. അതിനാൽ അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്വത്തെ ലംഘിക്കാതെ ഇരിക്കുവീൻ. പ്രിയ സഹോദരങ്ങളെ, ഈ ഹദീസിൻ്റെ ആശയം ശരിക്കും മനസ്സിലാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞ പശ്ചാത്തലം കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലഘട്ടം ശക്തിയും സ്വാധീനവും വർധനവ് ഉണ്ടാവുകയും ആളുകൾ തുരുതുരാ മുസ്ലിങ്ങളായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ പുതിയതായി ഇസ്ലാം സ്വീകരിച്ച ആളുകളെ സംബന്ധിച്ച് ആദ്യം മുസ്ലിം ആയ ആളുകൾക്ക് ചില സംശയങ്ങൾ ഉണ്ടാവുകയുണ്ടായി. അതായത്, പുതിയ മുസ്ലിങ്ങൾ സത്യസന്ധമായി ഇസ്ലാമിനെ അവർ തന്നെയാണോ, അതല്ല ഇസ്ലാമിക ആദർശങ്ങളും നടപടിക്രമങ്ങളും ശരിക്കും അവളുടെ ഉള്ളിൽ വിശ്വാസം ചെലുത്തിയിട്ടുണ്ടോ, അതോ ശക്തിയും സ്വാധീനവുമുള്ള ആളുകളുടെ പക്ഷത്ത് ചേർന്ന് നിലയുറപ്പിക്കുക എന്ന സ്വാർത്ഥ ചിന്തയാണോ അവരെ ഇസ്ലാമിലേക്ക് ആകർഷിച്ചത്? ഇങ്ങനെ തുടങ്ങി ഒരു കൂട്ടം സംശയങ്ങൾ പുതിയ മുസ്ലിങ്ങളെ സംബന്ധിച്ചുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പുതിയ മുസ്ലിങ്ങളുടെ ഭാഗത്ത് വീഴ്ച കണ്ടാൽ അവരെ ഒന്നുകിൽ കപടവിശ്വാസികളോ അവിശ്വാസികളോ ആയി മുദ്രകുത്തുക എന്നുള്ളത് മുൻപേ ഉണ്ടായിരുന്നു. ഇന്നും ആ ശീലം വളരെ വ്യാപകമായി ഉണ്ട്. ഈ സാഹചര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ്, സ്വഹാബത്തെ, നമ്മൾ നമസ്കരിക്കുന്ന പോലെ നമ്മുടെ ഖിബലയെ ഖിബലയായി അംഗീകരിച്ച് നിസ്കരിക്കുകയും നമ്മൾ അറുക്കുന്നത് പോലെ ബിസ്മി ചൊല്ലി ഭക്ഷണം പാചകം ചെയ്ത് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നവരൊക്കെ മുസ്ലിങ്ങളായി പരിഗണിക്കണം. അവർ യഥാർത്ഥത്തിൽ തന്നെ വിശ്വാസികളാണോ, അവരുടെ ഉള്ളിൽ കാപഢ്യം കുടിയിരിപ്പുണ്ടോ എന്നൊന്നും ചൂഴ്ന്ന് അന്വേഷിക്കേണ്ടെന്ന ഉത്തരവാദിത്വം ഒരാൾക്കും ഇല്ല. അതെല്ലാം അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്വമാണ്. അവൻ്റെ സംരക്ഷണവും അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്വവും അവൻ നിർവഹിച്ചുകൊള്ളും. നിങ്ങൾ അവരെ അപമാനിക്കുകയോ മർദ്ദിക്കുകയോ സംശയം പ്രകടിപ്പിക്കുകയോ ഒന്നും ചെയ്യേണ്ടെന്ന ആവശ്യം ഇല്ല. അവരുടെ സംരക്ഷണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത അള്ളാഹു അത് ലംഘിക്കാതെ ഇരിക്കുകയും ചെയ്യും. മുസ്ലിങ്ങളായി അംഗീകരിക്കപ്പെട്ടവരെയെല്ലാം സമന്മാരും സഹോദരന്മാരുമായി കരുതുകയും സഹായിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇസ്ലാം ഒരു മുസ്ലിമിന് നൽകുന്ന നിർബന്ധമായൊരു കടമയാണ്, ബാധ്യതയാണ്. സംശയത്തിൻ്റെ പേരിൽ ഒരാളോട് നിസ്സഹകരിക്കുകയോ അയാളെ ദ്രോഹിക്കുകയോ അയാൾ അവിശ്വാസിയാണോ കപടവിശ്വാസിയാണോ എന്ന് പ്രചരിപ്പിക്കുകയോ ചെയ്യരുത്. അത്തരം കാര്യങ്ങളിൽ നിന്ന് ഒരു മുസ്ലിം വിട്ടുനിൽക്കണം. അത്തരം സമീപനം അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്വത്തിൽ കൈയിട്ട് വാരുക എന്ന മഹാ അപരാധത്തിലേക്ക് എത്തിത്തീരുകയും ചെയ്യും. മുസ്ലിമാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഒരാളുടെ കർമ്മരീതി, വിശദാംശങ്ങൾ, അഭിപ്രായങ്ങൾ ഇതൊന്നും നോക്കിയല്ല ആ പ്രഖ്യാപനത്തെ വിലയിരുത്തേണ്ടത്. അയാൾ നിസ്കരിക്കുന്നുണ്ടോ, മുസ്ലിങ്ങളുടെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ, അഥവാ സാമൂഹിക ജീവിതത്തിൽ മുസ്ലിങ്ങളുമായി ഇടപഴകി കഴിയുന്നുണ്ടോ, ഇണങ്ങിക്കഴിയുന്നുണ്ടോ എന്നേ നോക്കേണ്ടതുള്ളൂ. അയാളിൽ ശിർക്കോ കുഫ്റോ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുക അള്ളാഹുവിൻ്റെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, യഥാർത്ഥത്തിലൊരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ഈ 3 ഗുണങ്ങൾ ഒരാളിൽ ഒത്തുകിട്ടുന്നുണ്ടോ എങ്കിൽ അയാൾ മുസ്ലിമാണ്. സഹോദരങ്ങളെ, നമസ്കാരത്തിൻ്റെ പ്രാധാന്യമാണ് ഈ ഹദീസ് മനസ്സിലാക്കുന്നത്. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കേണ്ടായി, അൽ അഹദുല്ലദീ ബൈനനാ വ ബൈനഹും അസ്സലാത്തു ഫമൻ തറക്കഹാ ഫഖദ് കഫറ. നമുക്കും അവിശ്വാസികൾക്കും ഇടയിലുള്ള കരാറ്, ഉടമ്പടി നിസ്കാരമാണ്. ആരെങ്കിലും ആ നമസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ അവിശ്വാസിയായി,
അപ്പോൾ ഒരു മുസ്ലിമിൻ്റെ പ്രഥമ ലക്ഷണമാണ് നിസ്കാരം എന്നുള്ളത്. എന്നാൽ നാം ആകട്ടെ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വിരുദ്ധമാണ്. ഒരാൾ മറ്റേത് രൂപത്തിലുള്ള വിശ്വാസ ആചാര അനുഷ്ഠാന ഇടപാട് മേഖലകളിൽ കൊടുക്കൽ കൊള്ളലിൽ ഒക്കെ വളരെ മോശമാണെങ്കിൽ പോലും നമ്മൾ അയാളെ മുസ്ലിമായും അവനവൻ്റെ പക്ഷക്കാരനായും സംഘടനക്കാരനായും നേതാവായും അനുയായിയായും ഒക്കെ ചേർക്കും. എന്നാൽ നിസ്കരിച്ചില്ല എന്നത് നമ്മൾ പരിഗണിക്കാറില്ല. ഇവിടെ നാം പ്രാധാന്യത്തോടുകൂടി മനസ്സിലാക്കേണ്ടത് മുസ്ലിമിൻ്റെ ജാടയോ മൂടിയോ കണ്ടുകൊണ്ടല്ല അയാളെ മുസ്ലിം എന്ന് വിലയിരുത്തേണ്ടത്. മറിച്ച് കാഫിറിനെയും മുസ്ലിമിനെയും വേർതിരിക്കുന്ന പ്രധാന ലക്ഷണമായ നിസ്കാരം ആരുടെ പക്കലുണ്ടോ അത് മുസ്ലിമാണ്. അതാരുടെ പക്കലില്ലയോ അയാളെ കാഫിർ എന്ന് പറയാം, പക്ഷെ നമുക്ക് വിളിച്ചുകൂടാ എന്ന് മാത്രം. അപ്പോൾ നമസ്കാരം ഉപേക്ഷിക്കുന്നവനെ യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന് അംഗീകരിച്ചുകൂടാ എന്നും മുസ്ലിം എന്ന് അംഗീകരിക്കുകയും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഉത്തരവാദിത്വമുണ്ട് എന്ന് സമാശ്വസിക്കുകയും ചെയ്യണമെങ്കിൽ അടിസ്ഥാനപരമായി വിശ്വാസരംഗത്ത് പ്രകടിപ്പിക്കേണ്ടുന്ന പരമപ്രധാനമായിട്ടുള്ള നിസ്കാരം അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകൽ അനിവാര്യമാണ് എന്നുകൂടി ഈ ഹദീസ് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെയും റസൂലിൻ്റെയും ഉത്തരവാദിത്വമുള്ള ഇബാദത്തിൻ്റെ രംഗത്ത് കൃത്യതയും കണിശതയും കാണിക്കുന്ന നിസ്കാരം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒഴിവാക്കാൻ ഇടയുണ്ടായാൽ പോലും അവ നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നതിൽ ജാഗ്രത പാലിക്കുന്ന തികഞ്ഞ മുസ്ലിങ്ങളായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബാദികൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.